ചക്രവർത്തി പര്യടനത്തിനിടയിൽ മരുഭൂമിയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന വൃദ്ധൻ അദ്ദേഹത്തെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. കുപിതനായ ചക്രവർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്കെന്നെ മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം അടുത്തു. ഞാനിവിടുത്തെ ചക്രവർത്തിയാണ്. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ നിസ്സഹായനായ വ്യക്തിയായാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഈ മരുഭൂമിയിലൂടെ നടന്ന് ദാഹിച്ചു വലഞ്ഞ് മരിക്കാറാകുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി വെള്ളം നൽകിയാൽ പകരം നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ എത്ര ഭാഗം നിങ്ങൾ നൽകും? പാതി എന്നായിരുന്നു മറുപടി. അതിനയാൾ തയ്യാറായില്ലെങ്കിലോ എന്ന് വൃദ്ധൻ ചോദിച്ചപ്പോൾ ചക്രവർത്തി പറഞ്ഞു, മുഴുവനും നൽകാം. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ വെട്ടിപ്പിടിച്ചതിനെല്ലാം ഒരു പാത്രം വെള്ളത്തിൻ്റെ വിലയേയുള്ളൂ. അടിസ്ഥാന ആവശ്യങ്ങളാണ് അത്യന്താപേക്ഷിതവും അമൂല്യവും. ഒരിക്കലെങ്കിലും ശ്വാസതടസ്സം നേരിട്ടവരോട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്തെന്ന് ചോദിച്ചാൽ അവർ പറയും ജീവശ്വാസമാണെന്ന്. പട്ടിണി കിടന്നവർ പറയും ഭക്ഷണമാണെന്ന്. വഴിയിൽ അന്തി ഉറങ്ങുന്നവർ പറയും വീടാണെന്ന്. അസുഖമുള്ളവർ പറയും ആരോഗ്യമാണെന്ന്. നേടിയവയുടെ മേന്മ നിശ്ചയിക്കുന്നത് അവയുടെ അളവോ വലിപ്പമോ അല്ല, പ്രസക്തിയും പ്രയോജനക്ഷമതയുമാണ്. തൻ്റെ സമ്പാദ്യത്തിൻ്റെ എത്ര ശതമാനം ഒരാൾ ഉപയോഗിക്കുന്നുണ്ടാകും? തനിക്കുപകരിക്കുന്നവ മാത്രമേ കൈവശമാക്കാവൂ എന്ന പരിധി എല്ലാവരും നിശ്ചയിച്ചാൽ എത്ര ഉപയോഗക്ഷമമാകും ഓരോ വസ്തുവും? ആവശ്യത്തിൽ അധികമുള്ളവയെല്ലാം എവിടെങ്കിലും ഉപയോഗരഹിതമായി കിടക്കുകയേയുള്ളൂ. അവ ആവശ്യമുള്ളവരുടെ കൈകളിലെത്തിയാൽ എത്ര ആനന്ദകരമായിരിക്കും അവരുടെ അവസ്ഥ. കളിപ്പാട്ടങ്ങളുടെ ആധിക്യത്തിൽ ജീവിക്കുന്നവരുടെ പല കളിക്കോപ്പുകളും ഉപേക്ഷിക്കപ്പെട്ട് കിടപ്പുണ്ടാകും. ഒരു പാവക്കുട്ടി പോലും ഇല്ലാത്തവരിലേക്ക് അവ എത്തിയാൽ അത് ചില ജീവിതം പോലും മാറ്റിമറിച്ചേക്കാം. ആഡംബരങ്ങൾക്ക് പിന്നാലെ പായുന്നവർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. അവർ അടിസ്ഥാന ആവശ്യങ്ങളുടെ വില മറക്കും. സമ്പത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കില്ല. സമൃദ്ധിയിലാണ് സന്തോഷവും സമാധാനവും എന്നത് തെറ്റിദ്ധാരണയാണെന്ന് തിരിച്ചറിയാൻ വൈകും.